ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ 48ാമത്തെ ദിവസത്തെ വിളക്ക് കത്തിയിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷത്തോടെയും പ്രാർത്ഥനയോടും ആണ് ഞാൻ നിങ്ങളെടുത്ത് ഈ ഒരു സന്തോഷകരമായ കാര്യം പറയുന്നത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിളക്ക് കത്തിച്ചു തുടങ്ങുമ്പോഴും മുടങ്ങാതെ ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് 48 ദിവസവും കറക്റ്റായിട്ട് എനിക്ക് കത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കത്തിക്കാൻ സാധിച്ചു. അത് തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ ഞാൻ പറയുക. ഇത് കണ്ടില്ല, ഇന്ന് 48ാമത്തെ ദിവസമാണ് ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ കത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് വിശദീകരിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ആ 48 ഡേയ്സും ഞാൻ കത്തിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു പോസിറ്റീവ് വൈബ്. പക്ഷെ നമ്മളൊക്കെ അത് കത്തിക്കുമ്പോൾ നമുക്കൊക്കെ അത് ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്കത് വരും. അത് നിങ്ങൾ കത്തിച്ച് നോക്കുമ്പോഴേ ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ടൈം, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരുന്നത് പോലെ നമുക്കൊരു ഫീലിങ്സ് വരും. ഫീലിങ്സ് മാത്രമല്ല, നമുക്കതൊരു പ്രാവർത്തികമായി നമുക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടോ. എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെയാണ് നിങ്ങളിലേക്കിട്ട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ 48 ഡേയ്സും ഇന്നത്തെ ദിവസം കൂടെ കൂട്ടി 48 ഡേയ്സും കൂടെ കംപ്ലീറ്റ് ആയതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ 3:30 എന്ന് പറയുന്ന ഒരു ടൈമിൽ ഞാൻ എണ്ണിക്കാത്തൊരു വ്യക്തിയാണ്. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എണ്ണിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത ടൈമിൽ എണ്ണീറ്റ് ഈ 48 ഡേയ്സും ഈ കറക്റ്റായിട്ട് എണ്ണീറ്റ് വിളക്ക് കൊളുത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണീറ്റ് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതിനുശേഷം ഞാൻ വിളക്ക് കത്തിച്ചു. ഞാൻ പൂജാമുറിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഒരു റൂമായിട്ടില്ല, ഒരു കുഞ്ഞ് ഇതുണ്ട്, പൂജാ റൂം പോലത്തെ നമ്മൾ വാങ്ങിച്ചതാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ പൂജാമുറിയിൽ കെടാവിളക്കും അതേപോലെ തന്നെ നമ്മുടെ നിലവിളക്കും കത്തിക്കും. അതിനുശേഷം നമ്മൾ ധൂപ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുറത്തും വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളെന്നും ഉള്ള പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളായിട്ട് പോകും. പക്ഷെ ആ ഒരു ദിവസത്തെ ആ ഒരു ഉണർവെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിട്ടോ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമുണ്ടായ കുറേ നല്ല നല്ല മാറ്റങ്ങൾ, ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ, എൻ്റെ ഉള്ളിൽ കിടന്ന കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു പോയത് തന്നെ എനിക്ക് ഈ ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷമാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈ വിളക്കിലൂടെ നമുക്ക് സാധിച്ചെടുക്കാമെന്ന് നമ്മൾ പറയും. നമുക്ക് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത രീതിയിലുള്ളതുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഈ പ്രപഞ്ചശക്തി അല്ലെ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മളുടെ കേൾക്കുകയും അത് സാധിച്ചു തരുകയും അതുപോലെ തന്നെ ഈ 48 ദിവസവും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാനും എല്ലാം നല്ല രീതിയിലും പ്രാർത്ഥിക്കാനും നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വഴി എനിക്കത് സാധിച്ചു തന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു വിളക്ക് കത്തിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്കേറെ നമുക്ക് പോസിറ്റീവ് വൈബാണ് ഓരോ പ്രാവശ്യവും. ഞാൻ ഫസ്റ്റ് ഡേ തൊട്ട്
ഈ 48 ദിവസം വരെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും പടിപടിയായിട്ട് ഓരോരോ കാര്യങ്ങൾ വന്നതിൻ്റെ എനിക്ക് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും അത് ആത്മാർത്ഥമായിട്ട് നമ്മളത് കത്തിക്കുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തും വിശ്വാസത്തോടെയും മനസ്സർപ്പിച്ചുമാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് വളരെ നന്നായിട്ട് തന്നെ അത് നമുക്ക് തരും. ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയുവാണ്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ പറ്റുന്നവരൊക്കെ കത്തിക്കുക. അതിന് പ്രത്യേക നിബന്ധനയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് 48 ഡേയ്സ് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇതേപോലെ തന്നെ 48 ഡേയ്സ് പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും അത് സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റിയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും അത് പറ്റും. അപ്പോൾ ഇത് കത്തിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കണ്ടില്ലേ. ആ ടൈമിൽ നേരമൊന്നും വെളുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കര കാമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.